ഹലോ, അപ്പം നമ്മൾ എ പിയിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൗ മെനി മൾട്ടിപ്പിൾസ് ഓഫ് 4 ലൈസ് ബിറ്റ്വീൻ 10 ആൻഡ് 250? അപ്പോൾ 10നും 250നും ഇടയിൽ 4ൻ്റെ എത്ര മൾട്ടിപ്പിൾസ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ കണ്ടുപിടിക്കുക? 10നും 250ൻ്റെ ഇടയിൽ എത്ര 4ൻ്റെ മൾട്ടിപ്പിൾസ് ഉണ്ട് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് എ പി കിട്ടിയിട്ടില്ല അല്ലേ? അപ്പോൾ എ പി എന്ന് പറയുന്നത് 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് ഫസ്റ്റ് ടേം വേണം, ലാസ്റ്റ് ടേം നമുക്കിന്ന് കിട്ടും. കാരണം 10ൻ്റെയും 250ൻ്റെയും ഇടയിലാണ്. അപ്പോൾ 10 ഒരു 4ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. നമുക്കറിയാവുന്ന 4ൻ്റെ മൾട്ടിപ്പിൾ ഇതിനടുത്തുള്ളത് ഏതാണ്? 12 ആണല്ലേ. അപ്പോൾ 12 ആയിരിക്കും ഇതിൽ ഫസ്റ്റ് നമ്പർ. സെറ്റല്ലേ? ഇനി നമുക്ക് ലാസ്റ്റ് നമ്പർ കിട്ടും. 250 4ൻ്റെ മൾട്ടിപ്പിൾ ആണോ? നമുക്ക് ചെയ്ത് നോക്കാം. 250/4 ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും നമുക്ക്? 6 × 4 എത്രയാണ്? 24 ആണ് അല്ലേ? 6 4 24. അപ്പോൾ നമുക്ക് റിമൈൻഡർ എങ്ങനെ വരും? 2 2 5 1 1 ആണ് റിമൈൻഡർ വരുന്നത്. ഓക്കെ അല്ലേ? ഇനി അപ്പം നമുക്ക് പറയാൻ പറ്റും 250 4ൻ്റെ ഒരു മൾട്ടിപ്പിൾ അല്ല. നെക്സ്റ്റ് നമ്പർ 249. ലാസ്റ്റ് നമ്പർ 9 വരുമ്പോൾ അതും എന്തായിരിക്കില്ല? 4ൻ്റെ മൾട്ടിപ്പിൾ ആവില്ല. നെക്സ്റ്റ് നമുക്ക് 248 നോക്കാം. ഓക്കെ അല്ലേ? 248നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര വരിക? 24. 6 × 4 എത്രയാണ്? 24. റിമൈൻഡർ ഈസ് 0. ദെൻ 8 2 × 4 ഈസ് 8. അപ്പോൾ 62 വരുന്നുണ്ടല്ലേ ആൻസർ. അപ്പോൾ 248 എന്താണ്? 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ലാസ്റ്റ് നമ്പർ നമുക്കിവിടെ AN = നമ്മുടെ തൽക്കാലം N നമുക്കറിയില്ല. AN = ലാസ്റ്റിന് നമ്മൾ ടേം ആക്കി എടുക്കുന്നത് 248. ഇത്രയും സെറ്റല്ലേ? നമ്മളോട് ചോദിച്ചത് 10നും 250ക്കും ഇടയിൽ എത്ര 4ൻ്റെ മൾട്ടിപ്പിൾ ഉണ്ട് എന്നാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എ പി എഴുതണം അല്ലേ? അപ്പോൾ നമുക്ക് N കണ്ടുപിടിക്കാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടേം നമുക്ക് കിട്ടണം. അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടാൻ വേണ്ടിയിട്ട് 10 ഒരു 4ൻ്റെ മൾട്ടിപ്പിൾ അല്ല. നമുക്കറിയാം അതിനടുത്തുള്ള നമ്പർ പിന്നെ ഏതാണ്? 12 ആണ് 4ൻ്റെ മൾട്ടിപ്പിൾ. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് ലാസ്റ്റ് ടേം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 250 നോക്കി, നമ്മൾ 249 നോക്കി. അപ്പോൾ 248 ആണ് എന്ത്? 4ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത്. അത്രയും സെറ്റല്ലേ? ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് ഡി കിട്ടണ്ടേ. ഡി നമുക്കറിയില്ലല്ലോ. ഡി നമുക്കറിയോ? ക്വസ്റ്റ്യൻ അപ്പോൾ ഒന്നുകൂടി വായിക്കുക. നമുക്ക് 10നും 250ക്കും ഇടയിൽ കിട്ടേണ്ടത് 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം 12 ആണെങ്കിൽ നെക്സ്റ്റ് ടേം എന്തായിരിക്കും? 16 ആയിരിക്കില്ലേ? 4ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഡിഫറൻസ് 4 ആയിരിക്കില്ലേ? 4 ആയിരിക്കില്ലേ ഡിഫറൻസ്? അപ്പോൾ കോമൺ ഡിഫറൻസ് ഓൾറെഡി എത്രയാണ്? 4. നമുക്ക് കോമൺ ഡിഫറൻസ് ഡയറക്റ്റ് തന്നിട്ടില്ലെങ്കിലും നമുക്ക് 4ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ തന്നെ ഡിഫറൻസ് 4 ആയിരിക്കില്ലേ? അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി ഇപ്പോൾ? നമുക്ക് AN എന്ന് പറയുന്നത് 248 ആണ്. ഡി എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ നമുക്ക് ANൻ്റെ ജനറൽ ഇക്വേഷൻ ANC = A + N - 1 × D എന്നാണ്. അപ്പോൾ AN നമുക്ക് ഓൾറെഡി കിട്ടി. 248 = A എന്ന് പറയുന്നത് 12 ആണ് പ്ലസ് N - 1 × D ഈസ് 4. അത്രയും സെറ്റല്ലേ? ഇപ്പം ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ 248 = 12 + 4n - 4 എന്ന് കിട്ടും. ഓക്കെ, ഇനി ബാക്കി നമുക്ക് ഇവിടെ ചെയ്യാം. അപ്പോൾ നമുക്ക് 4n അവിടെ തന്നെ വെച്ചിട്ട് ബാക്കിയുള്ളതിനൊക്കെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ 248 - 12 + 4 = 4n എന്ന് നമുക്ക് എഴുതാം. സെറ്റല്ലേ? ഇനി 248 - 12ഉം 4ഉം നമുക്കുള്ള ഡിഫറൻസ് എത്രയാണ്? 8 ആണ്. അപ്പോൾ 248 - 8 = 4n. ഇത് ഡിഫറൻസ് ചെയ്താൽ 240 = 4n. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് 240 = 4n എന്ന് കിട്ടി. ദെൻ n = 240/4 എന്ന് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഡിവിഷൻ 240/4. 6 × 4 എത്രയാണ്? 24. ദെൻ ഈ 0 നമ്മൾ മുകളിലേക്ക് കൊടുത്തു. n = 60. അപ്പോൾ 10ൻ്റെയും 250ൻ്റെയും ഇടയിൽ 60 നമ്പേഴ്സ് 4ൻ്റെ മൾട്ടിപ്പിൾസ് ഉണ്ട് എന്ന് കിട്ടി. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളോട് ചോദിച്ചത് 10ൻ്റെയും 250ൻ്റെയും ഇടയിൽ എത്ര 4ൻ്റെ മൾട്ടിപ്പിൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് ടേം എഴുതി, ലാസ്റ്റ് ടേം എഴുതി. എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? കോമൺ ഡിഫറൻസ് D. 4ൻ്റെ മൾട്ടിപ്പിൾ തന്നു കഴിഞ്ഞാൽ 4 ആണ് അതിൻ്റെ കോമൺ ഡിഫറൻസ്.
ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ എ എൻ സി ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡിയിൽ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. സെറ്റല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് ദി സം കണ്ടുപിടിക്കാനാണ്. സം ഓഫ് ഫസ്റ്റ് n ടേംസ് ആൻ ഓഫ് എ പി ഈസ് 4n മൈനസ് എൻ സ്ക്വയർ. അപ്പോൾ സമ്മ് തന്നിട്ടുള്ളത് 4n മൈനസ് എൻ സ്ക്വയർ. ഫസ്റ്റ് ടേം ഫൈൻ വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം, ദെൻ വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 2 ടേംസ്, വാട്ട് ഈസ് ദ സെക്കൻഡ് ടേം ആൻഡ് തേർഡ് ടേം കണ്ടുപിടിക്കണം, 9th ടേം കണ്ടുപിടിക്കണം ആൻഡ് 10th ടേം. കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പോൾ നമുക്ക് ചെയ്താലോ. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് n ടേംസ് എന്ന് പറയുന്നത് n എന്ന് പറയുന്നത് എന്ത് തന്നിട്ടുണ്ട്, 4n മൈനസ് എൻ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. ഇത് നമ്മളെങ്ങനെയാണ് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് 2, 4 എന്ന് പറയുന്ന ഒരു എ പിൻ്റെ സം എന്ന് പറയുന്നത്, ഫസ്റ്റ് ടേമിൻ്റെ സം എന്ന് പറയുന്നത് ഈ ആദ്യത്തെ ടേം തന്നെ ആയിരിക്കില്ലേ. ഒറ്റ ടേം ഉള്ളതെന്നുണ്ടെങ്കിൽ ആ ടേം തന്നെ അതിൻ്റെ സമ്മ്. രണ്ട് ടേമിൻ്റെ സമ്മ് ചോദിച്ചാൽ നമുക്ക് 2 + 4 എന്ന് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. സെയിം മെത്തേഡ് ആലോചിക്കുക. അപ്പോൾ ജനറൽ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട് Sn ഈക്വൽ ടു 4n മൈനസ് എൻ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടാൻ നമുക്ക് എന്നിന് 1 എടുത്താൽ പോരെ. അപ്പോൾ S1 എന്ന് ചെയ്താൽ 4 × 1 മൈനസ് 1 സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 4 മൈനസ് 1 ഈക്വൽ ടു 3. ഫസ്റ്റ് ടേം 3 ആണെങ്കിൽ അതിൻ്റെ സമ്മ് S1ഉം 3 തന്നെയല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടിയില്ലേ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ. സെറ്റല്ലേ. ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ n ഈക്വൽ ടു 1 കൊടുത്തു. ഇനി ചോദിച്ചത് ആദ്യത്തെ 2 ടേമിൻ്റെ സമ്മ്. അപ്പോൾ എന്നിന് 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ 2 ടേമിൻ്റെ സമ്മല്ലേ കിട്ടുക. ഇപ്പോൾ ഇവിടെ 2, 4 S2 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 2 + 4 അല്ലേ നമ്മൾ ചെയ്യുക. സമ്മെന്ന് വെച്ചാൽ ആദ്യത്തെ 2 ടേമിൻ്റെ, S2 എന്ന് വെച്ചാൽ ആദ്യത്തെ 2 ടേമിൻ്റെ സം. അപ്പോൾ ഇവിടെ നമ്മൾ S2 കണ്ടുപിടിച്ചാൽ എന്നിന് എന്ത് കൊടുത്താൽ മതി, 2 എന്ന് കൊടുത്താൽ മതി. 4 × 2 മൈനസ് 2 സ്ക്വയർ ഈക്വൽ ടു 8 മൈനസ് 4 ഈക്വൽ ടു 4. ഇതാണ് ആദ്യത്തെ ആദ്യത്തെ 2. ഇത് S1 എന്ന് പറയുന്നത് ആദ്യത്തെ ടേമാണ്, അതായത് ഫസ്റ്റ് ടേമിൻ്റെ സമ്മ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ടേം തന്നെ. S2 എന്ന് വെച്ചാൽ ആദ്യത്തെ 2 ടേമിൻ്റെ സമ്മാണ്. അപ്പോൾ അത് സെക്കൻഡ് ടേം അല്ല, ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും ആഡ് ചെയ്തതാണ് എന്ത് S2 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടി, ഫസ്റ്റ് 2 ടേം ആഡ് ചെയ്ത് സമ്മും കിട്ടി. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ടേം A2 നമുക്ക് കണ്ടുപിടിച്ചൂടെ. അപ്പം A1 എന്ന് പറയുന്നത് A3 ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് A2 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, S2 മൈനസ് S1 എന്ന് ചെയ്താൽ പോരെ. S1 എന്ന് പറഞ്ഞാൽ എന്താണ്, ആദ്യത്തെ ടേമാണ്. 2 ടേമിൻ്റെ സമ്മും നമുക്ക് കിട്ടി. അപ്പോൾ S2 മൈനസ് S1 ചെയ്താൽ 4 മൈനസ് 3 ഈക്വൽ ടു 1. അപ്പോൾ സെക്കൻഡ് ടേം എത്രയാണ്, 1 കിട്ടി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനായിരുന്നു. സെക്കൻഡ് പാർട്ട് ഫസ്റ്റ് 2 ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനായിരുന്നു. തേർഡ് പാർട്ട് സെക്കൻഡ് ടേം ഏതായിരുന്നു കണ്ടുപിടിക്കാനായിരുന്നു. അപ്പോൾ നമുക്ക് ജനറലായിട്ട് എന്ത് തന്നിട്ടുണ്ട്, Sn ഈക്വൽ ടു 4n മൈനസ് എൻ സ്ക്വയർ തന്നിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ n ഈക്വൽ ടു 1 കൊടുത്തപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടി. n ഈക്വൽ 2 കൊടുത്തപ്പോൾ നമുക്ക് ആദ്യത്തെ 2 ടേമിൻ്റെ സമ്മ് കിട്ടി. അപ്പോൾ സമ്മും കിട്ടി, ഫസ്റ്റ് ടേമും കിട്ടിയാൽ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് കണ്ടാൽ സെക്കൻഡ് ടേം കിട്ടില്ലേ. അത്രേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേമും ആയി, സെക്കൻഡ് ടേമും ആയി. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം A1 എന്ന് പറയുന്നത് എത്ര കിട്ടിയത്, 3 കിട്ടി. സെക്കൻഡ് ടേം A2 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടിയത്, 1 എന്ന് കിട്ടി. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മളിതിൽ കോമൺ ഡിഫറൻസ് D കണ്ടുപിടിക്കാൻ A2 മൈനസ് A1 ചെയ്താൽ പോരെ. A2 മൈനസ് A1 ഈക്വൽ ടു 1 മൈനസ് 3 ദാറ്റ്സ് ഈക്വൽ ടു -2. അപ്പോൾ അത്രയും സെറ്റ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്, തേർഡ് ടേം കണ്ടുപിടിക്കണം, 10th ടേം കണ്ടുപിടിക്കണം, അതുപോലെ nth ടേമും കണ്ടുപിടിക്കണം. ഇത്രയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ജനറലായിട്ട് ഈ nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, an ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഓക്കെ അല്ലേ. ഇത് നമുക്ക് ജനറലായിട്ടൊരു ഇക്വേഷൻ nth ടേമിന് എഴുതാം. an ഈക്വൽ ടു a എന്ന് പറയുന്നത് 3 ആണ്, 3 പ്ലസ് n നമുക്കറിയില്ല, n മൈനസ് 1 ഇൻറ്റു d എന്ന് പറയുന്നത് -2. ദെൻ an ഈക്വൽ ടു 3 മൈനസ് 2n പ്ലസ് 2 ദാറ്റ്സ് ഈക്വൽ ടു -2n പ്ലസ് 5. ഇതല്ലേ an. അപ്പോൾ ദിസ് ഈസ് അവർ nth ടേം. ഇനി ഈ എന്നിന് പകരം നമുക്ക് 3 കൊടുത്തു കഴിഞ്ഞാൽ തേർഡ് ടേം കിട്ടും. ഈ എന്നിൽ നമ്മൾ 10 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 10th ടേം കിട്ടും. ചെക്ക് ചെയ്യല്ലേ. അപ്പോൾ നമുക്ക് an ഈക്വൽ ടു -2n പ്ലസ് 5 ആണ് കിട്ടിയത്. നമുക്കൊന്നുകൂടി an ഈക്വൽ ടു 5 മൈനസ് 2n എന്നും എഴുതാം. അപ്പോൾ നമ്മുടെ nth ടേം കിട്ടി. ഇനി നമുക്ക് തേർഡ് ടേം കിട്ടണമെങ്കിൽ എന്നിന് 3 കൊടുത്താൽ പോരെ. അപ്പോൾ A3 ഈക്വൽ ടു 5 മൈനസ് 2 ഇൻറ്റു 3
then a3 equal to 5 minus 6 that's equal to -1. സെറ്റല്ലേ? സിമ്പിളല്ലേ? നമുക്ക് A9 കണ്ടുപിടിക്കണം. A9 അല്ല, A10 ആണ് കണ്ടുപിടിക്കേണ്ടത്. A10 ഈക്വൽ ടു എന്നിന് എന്ത് കൊടുക്കുക? 10 കൊടുക്കുക. 5 മൈനസ് 2 ഇൻറ്റു 10 ഈക്വൽ ടു A10 ഈക്വൽ ടു 5 മൈനസ് 20 ദാറ്റ്സ് ഈക്വൽ ടു -15. നമ്മുടെ ക്വസ്റ്റ്യനുകളെല്ലാം ആൻസറുമായി. നമ്മൾ ഫസ്റ്റ് ടേം കണ്ടുപിടിച്ചു, സെക്കൻഡ് ടേം കണ്ടുപിടിച്ചു, തേർഡ് ടേം ആൻഡ് 10th ടേം, ഫസ്റ്റ് 2 ടേമിൻ്റെ സമ്മ്. നമ്മൾ എത്രയേ ചെയ്തോളൂ? നമുക്ക് ജനറലായിട്ടൊരു ഇക്വേഷനെ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഏതായിരുന്നു ആ ഇക്വേഷൻ? 4n മൈനസ് n സ്ക്വയർ എന്ന് പറയുന്ന ജനറൽ ഇക്വേഷൻ എന്നാണ് നമ്മളിതൊക്കെ കണ്ടുപിടിച്ചത്. എന്നിന് 1 കൊടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടി. പിന്നെ നമ്മൾ ആദ്യത്തെ 2 ടേമിൻ്റെ സമ്മ് കണ്ടുപിടിച്ചു. അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് സെക്കൻഡ് ടേം കിട്ടി. ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒബിയസ്ലി നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു. പിന്നെ നമ്മുടെ an ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d യൂസ് ചെയ്തിട്ട് ബാക്കി ടേംസൊക്കെ കണ്ടുപിടിച്ചു. സെറ്റല്ലേ? അത്രയേ ഉള്ളൂ. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 22 ടേംസ്. അപ്പോൾ S22 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ഓൺ AP വിച്ച് D is equal to 7. D തന്നിട്ടുണ്ട്. 22nd ടേം ഈസ്, അപ്പോൾ A22 എന്ത് തന്നിട്ടുണ്ട്? 149 എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് A തന്നിട്ടില്ല അല്ലേ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് എടുക്കണം? A കണ്ടുപിടിക്കണം. എന്നാൽ ചെക്ക് ചെയ്യല്ലേ. അപ്പോൾ നമ്മൾ ബോർഡ് എടുത്തു. അപ്പോൾ എന്തൊക്കെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ? നമുക്ക് A22 ഈക്വൽ ടു 149 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ D is equal to 7. കണ്ടുപിടിക്കേണ്ടത് S22 ആണ്. അപ്പോൾ നമുക്ക് സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് എഴുതാം. Sn ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഇതിൽ നമുക്ക് n അറിയാം. n ഈക്വൽ ടു 22 ആണ്. a നമുക്കറിയില്ല. അപ്പോൾ a കണ്ടുപിടിക്കണം. d ഈക്വൽ ടു നമുക്ക് 7 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് a കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കുള്ള ക്ലൂ ആണ് A22 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ജനറൽ ഇക്വേഷൻ ആയിട്ടുള്ള an ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡിയിൽ n എന്ന് പറയുന്നത് A22 ഈക്വൽ ടു a പ്ലസ് n എന്ന് പറയുന്നത് 22 മൈനസ് 1 ഈസ് 21 ഇൻറ്റു d എന്ന് പറയുന്നത് 7. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? a കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? A22 ഈസ് 149 ഗിവൺ ആണ്, ഈക്വൽ ടു a പ്ലസ് 21 ഇൻറ്റു 7 ചെയ്ത് നോക്കി. 21 ഇൻറ്റു 7 2 7 ഈസ് 40. അപ്പോൾ 147. ഇനി ഇതിന് a എങ്ങനെ കണ്ടുപിടിക്കാം? a ഈക്വൽ ടു 149 മൈനസ് 147 ചെയ്താൽ പോരെ? ഒന്നുകൂടെ പറയാം. n എന്ന് പറയുന്നത് a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ A22 ഈക്വൽ ടു a പ്ലസ് 22 മൈനസ് 1 21 ഇൻറ്റു d എന്ന് പറയുന്നത് എന്താണ്? 7 ആണ്. A22ൻ്റെ വാല്യൂ 149 ആണ്, ഈക്വൽ ടു a പ്ലസ് 21 ഇൻറ്റു 7 നമുക്ക് ചെയ്തപ്പോൾ 147 എന്ന് കിട്ടി. ദെൻ a ഈക്വൽ ടു 149 മൈനസ് 147. എത്രയാണ് വാല്യൂ വരിക? a ഈക്വൽ ടു 2. അപ്പോൾ a കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് a ഈക്വൽ ടു 2 എന്ന് കിട്ടി. n ഈക്വൽ ടു 22 ആണ്. d എന്ന് പറയുന്നത് 7 ആണ്. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? S22 ആണ്. ഇനി ഡയറക്റ്റ് ഇക്വേഷൻ കൊടുത്താൽ മതി. അപ്പോൾ ഡയറക്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. S22 ഈക്വൽ ടു 22/2 ഇൻറ്റു 2 ഇൻറ്റു 2 പ്ലസ് n മൈനസ് 1 21 ഇൻറ്റു 7. ദെൻ S22 ഈക്വൽ ടു 22/2 ഈസ് 11 ഇൻറ്റു 2 ഇൻറ്റു 2 ഈസ് 4 പ്ലസ് 147. Then that's equal to 11 into 151. ഇനി 151നെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 151 into 11 151 is equal to 1661. The answer is equal to 1661. That is the sum of first 22 terms. Set അല്ലേ?